ഞാനിതായൻ പ്രാണനെ കൈയിലേൽപ്പിക്കുന്നു. രാജനാമേശുവിനാ എന്നെ സമർപ്പിക്കുന്നു. ഞാനിതാ തൻ പ്രാണനെ കൈയിലേൽപ്പിക്കുന്നു. രാജനാമേശുവിനാ എന്നെ സമർപ്പിക്കുന്നു. സർവശക്തനെ വാഴെങ്കിൽ ജീവനാ യേശുരക്ഷകവാ വാഴെങ്കിൽ സർവശക്തനെ വാഴെങ്കിൽ ജീവനാ നല്ല സമയത്ത് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനും അല്പസമയം വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വളരെയധികം പ്രതികൂലം ഉള്ള ഈ സമയത്ത്, ലോകമൊക്കെ വളരെ കഷ്ടതയിൽ കൂടെ ഇങ്ങനെ ഈ സമയത്ത് നമുക്ക് ഒരു ആശ്വാസം നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം അത് ആത്മാവിൽ ധ്യാനിക്കുമ്പോൾ, അല്ലാതെ എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടും ഒരു കാര്യവുമില്ല. അത് ആത്മാവിൽ ധ്യാനിക്കുമ്പോഴാണ് ഏകാഗ്രതയോടുകൂടി ഹൃദയത്തെ കർത്താവിനുള്ളിൽ പ്രവേശിക്കുവാൻ സ്തോത്രം നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് നമ്മൾ ആ വചനം ധ്യാനിക്കുമ്പോൾ പൂർണ്ണതയിൽ ദൈവവചനത്തിന്റെ സാന്നിധ്യം തേജസ്സോടുകൂടി ആ വചനം വെളിപ്പെടുകയും അത് വചന വെളിപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആത്മീയ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾക്കായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ സമയത്ത് കർത്താവ് നമ്മളെ വലിയ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊരിന്ത്യർ സഭയോട് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് 4-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. 1 കൊരിന്ത്യർ അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവകർമ്മങ്ങളിൽ ഗ്രഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. സ്തോത്രം. എഴുതിയിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ ശുശ്രൂഷക്കാർ, സെർവന്റ്സ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. രണ്ടാമത് എഴുതിയിരിക്കുന്ന ദൈവവചനത്തിന്റെ മർമ്മത്തിന്റെ ഗ്രഹവിചാരകന്മാർ. സ്തോത്രം. ഒരു വളരെ നല്ലൊരു പദം, ഹല്ലേലൂയ, സ്റ്റൂവേർഡ്സ് ഓഫ് ക്രൈസ്റ്റ്. ബൈബിളിനകത്ത് നമുക്ക് പല ഹല്ലേലൂയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ദൈവം നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷ നമുക്ക് കാണാം. സ്തോത്രം. പലപ്പോഴും ഈ വിഷയം ഒരു വലിയ പ്രസംഗ വിഷയമാണ്. ഗ്രഹവിചാരകൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പൊതുവെ ഇംഗ്ലീഷ് പദം എടുത്തിട്ടാണ് പലപ്പോഴും ഇത് വലിയ ഒരു തീമായിട്ട് ഒരു ടോപ്പിക്കായിട്ടൊക്കെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ കേട്ട് കാണും. സ്തോത്രം. ഈ അംബാസിഡർ അല്ലെങ്കിൽ മിനിസ്റ്റർ, സ്റ്റൂവേർഡ്, ഈ പദങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ വലിയ അല്ലെങ്കിൽ വലിയൊരു സ്ഥാനമാണോ, വലിയ ശരിയാണ് ദൈവം ഏൽപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. പക്ഷെ എങ്കിൽ മറന്നു പോകല്ലേ. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിളമ്പുവാനുള്ള ജോലി. ഹോട്ടൽ സ്റ്റൂവേർഡിന്റെ അർത്ഥം എന്തുവാ? വിളമ്പുകാരൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഉത്തരവാദിത്തം ഇനി ഫ്ലൈറ്റ് സ്റ്റൂവേർഡ്, പ്ലെയിനിലും ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ക്യാപ്റ്റൻ പറയുന്ന പോലെ കപ്പലിലും ഉണ്ട്. അപ്പൊ അതൊക്കെ ക്യാപ്റ്റൻ പറയുന്ന പോലെ ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ. സ്തോത്രം. അല്ലല്ലേ. ഇവിടെ ഇനി തിരിച്ച് നമുക്ക് ഈ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അല്ലെങ്കിൽ കാര്യം പലപ്പോഴും ദൈവമക്കൾ പോലും ദൈവം വചനം വളരെ അറിയാവുന്ന വർഷങ്ങളായി വിശ്വാസം വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നവർ പോലും കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ഒരു കുടുംബത്തിന്റെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ ഞങ്ങളോട് വലിയ കാര്യമായിട്ടൊക്കെ ഈ സ്റ്റൂവേർഡ്സിന്റെ അർത്ഥം അവര് മനസ്സിലാക്കിയത് അത് പറഞ്ഞു കേട്ടപ്പോൾ വലിയ ബിസിനസ്സുകാരായി തീരുക, അതാണ് സ്റ്റൂവേർഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ വളരെയധികം ആ വിഷയത്തിൽ ഞെട്ടിപ്പോയി. കാര്യം വേറൊന്നും അല്ല, അവരോട് എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവർ മനസ്സിലാക്കുവാൻ കൂട്ടാക്കിയില്ല. അവരിപ്പം ഞങ്ങളുടെ കൂട്ടായ്മയിലില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ല, ആ ഒരു അതിന്റെ പദം പോലും ആൾക്കാർ എന്ത് ഒരു ശുശ്രൂഷകൻ, ഒരു ഗ്രഹവിചാരകൻ, ഒരു സ്റ്റൂവേർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യജമാനനെ ഏൽപ്പിക്കുന്ന പോലെ സ്റ്റൂവേർഡ് എന്ന് പറയുമ്പോൾ ഒരു വിളമ്പുകാരൻ അല്ലെങ്കിൽ ഒരു സ്റ്റൂവേർഡ് എന്ന് പറയുമ്പോൾ, ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ മേളിൽ ഒരു യജമാനനുണ്ട്. ആ യജമാനൻ പറയുന്നതനുസരിച്ച് ഇത് എന്ത് വിളമ്പുവാനാണ് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു യേശുവിന്റെ ശുശ്രൂഷകൻ, സെർവന്റ്സ് ഓഫ് ക്രൈസ്റ്റ്, ദാസന്മാർ, ശുശ്രൂഷകൻ, പ്രൈസ് ദി ലോർഡ്, സെർവന്റ്. ഹല്ലേലൂയ. രണ്ടാമത് എഴുതിയിരിക്കുന്ന ദൈവവചന മർമ്മങ്ങള് ഗ്രഹവിചാരങ്ങൾ. ഇപ്പൊ ഡിക്ഷണറി എടുത്ത് കഴിഞ്ഞ സ്റ്റൂവേർഡിന്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, വേറൊരാളുടെ സാധനം, വേറൊരാളുടെ പ്രോപ്പർട്ടി, അത്
ഇതിന്റെ സൂക്ഷിപ്പുകാരൻ. സ്തോത്രം. അത് ആ വ്യക്തി പറയുന്നത് പോലെ അതിനെ കൈകാര്യം ചെയ്യുവാനും അതിനെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. One who handles another person's property. സ്തോത്രം. അല്ലെങ്കിൽ അതാണ് ഡിക്ഷണറിയിൽ നമ്മൾ സ്റ്റുവർട്ടിനെ പറ്റി കാണും. സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന എന്തുമായിട്ട് വിളമ്പുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ, മിസ്റ്ററീസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, അത് വിളമ്പുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊന്നുകൂടെ ഹല്ലേലൂയ ഒരു ഉപമ രീതിയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ നമുക്ക് കാണാം, കർത്താവ് വരുമ്പോൾ ഈ ദൈവം എന്ത് വിളമ്പാൻ ഏൽപ്പിച്ചോ അത് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യവാന്മാർ. ബ്ലെസ്ഡ് ഈസ് ഹി. ലൂക്കോസിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് മത്തായി സുവിശേഷത്തിൽ നിന്ന് വായിക്കാം. മത്തായി സുവിശേഷം അതിന്റെ 24-ാം അധ്യായം 45-ാമത്തെ വാക്യം. മാത്യു 24:45. മത്തായി സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ വാക്യം. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടത് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ കണ്ടു, യജമാനൻ തത്സമയത്ത് ഭക്ഷണം വിളമ്പുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദാസൻ, അവനാ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആ ഭാഗം താഴോട്ട് മേളിൽ ഒന്ന് വായിക്കുമ്പോൾ ലൂക്കോസിൽ എഴുതിയിട്ടുണ്ട്. അവരോടൊന്ന് ഇതൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എടുക്കണ്ട. സ്തോത്രം. അല്ലെങ്കിൽ പിന്നീട് വായിച്ചാൽ മതി. ഇവിടെ 2 ഭാഗവും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, യജമാനൻ വരുമ്പോൾ ഈ ജോലിയിൽ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, യജമാനൻ വരുമ്പോൾ നമ്മൾ എന്തുവാ കാണേണ്ടത്? ഈ ജോലിയിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുവാണെങ്കിൽ ആ വ്യക്തി ഭാഗ്യവാൻ, അല്ലെങ്കിൽ ഹീസ് ബ്ലെസ്ഡ് എന്നാണ് നമ്മുടെ മത്തായി സുവിശേഷത്തിൽ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും, തക്ക സമയത്ത് തക്ക ആഹാരം വിളമ്പുന്ന മനുഷ്യൻ ആരാണ്? ഹീസ് ബ്ലെസ്ഡ്, ഹീസ് ഭാഗ്യവാൻ എന്ന്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി തിരിച്ച് നമ്മുടെ വാക്യത്തിലേക്ക് വരാം. 4-ാം അധ്യായം, 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്ത് വിളമ്പുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന? ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ വിളമ്പുവാൻ. ഇത് വിളമ്പണമെങ്കിൽ ഇതാരെ നമ്മളെ ഏൽപ്പിക്കണം? കർത്താവ് നമ്മളെ ഏൽപ്പിക്കണം. എത്ര പേരായി ദിവസങ്ങൾ വചനം വായിച്ചിട്ട് അതിൽ നിന്ന് വചനത്തിന്റെ നല്ല മർമ്മങ്ങൾ പ്രാപിക്കുന്നവർ എത്ര പേരാണ്? പലപ്പോഴും ബൈബിൾ റീഡിംഗ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഓരോ ബൈബിളിന്റെയും ഓരോ റീഡിംഗ് പ്ലാൻ പുസ്തകങ്ങളും ഒക്കെ പണ്ടുതൊട്ട് ഓയിലും പുസ്തക കടകളിലും ഒക്കെ കിട്ടുമല്ലോ. സ്വന്തം ചില ബൈബിളിന്റെ ബാക്കിലൊക്കെ ഉണ്ട്. ചിലർ പറയും, ഞാൻ 1 വർഷം കൊണ്ട് 3 വട്ടം ബൈബിൾ വായിച്ചു, അല്ലെങ്കിൽ ഇത്ര വട്ടം ബൈബിൾ വായിച്ചു. നല്ല കാര്യം. ബൈബിൾ എത്രത്തോളം വായിക്കുന്നു അത്ര നല്ലതാണ്. പക്ഷെങ്കിൽ അതിൽ നിന്ന് വല്ലതും പ്രാപിക്കുകയും കൊടുക്കും. സ്വന്തം. അല്ലേ? ഈ വായിച്ചു എന്ന് പറയുന്നവർ പോലും അവരുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോഴും അവരുടെ മുന്നിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യുവാൻ കഴിയാതെ, ദേശശക്തിയെ ജയിക്കുവാൻ കഴിയാതായിരിക്കുന്നെങ്കിൽ ഈ വായിച്ചത് കൊണ്ട് എന്തുവാ പ്രയോജനം? സ്തോത്രം. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, വായിക്കുന്നവർ ഭാഗ്യവാന്മല്ല, 1000 വട്ടം വായിക്കുന്നവർ ഭാഗ്യവാന്മാരല്ല. ഇത് ഈ ഹല്ലേലൂയ കൊന്ത എണ്ണി ചൊല്ലുന്ന പോലോ ഹല്ലേലൂയ എന്തെങ്കിലും ചിലത് എണ്ണി പ്രാർത്ഥിക്കുന്ന പോലെ അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ എന്തു എഴുതിയിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് വചനത്തിന്റെ മർമ്മങ്ങൾ പ്രാപിക്കണം. മിസ്റ്ററീസ് ഓഫ്. ഇത് വേറെ എവിടെയെങ്കിലും കിട്ടൂ? ഇത് ബൈബിൾ കോളേജിൽ കിട്ടുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഇത് പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുമോ? ഇത് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുമോ? ദൈവമക്കളെ, ഇത് ഹല്ലേലൂയ മറ നീക്കി തരുന്നത് ആരാ? ദൈവം തന്നെ മറച്ചു വെച്ച വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ. അതും ഇതുവരെയും ലോകത്തിൽ പണ്ടുകൊണ്ട് കേൾക്കുന്ന പ്രസംഗങ്ങൾ, പണ്ടുകൊണ്ട് ദൈവദാസന്മാർക്ക് വെളിപ്പെടുത്തിയ മർമ്മങ്ങൾ, അതിന് മർമ്മം എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഓൾറെഡി വെളിപ്പെട്ടത്. അത് പല പ്രസംഗങ്ങളിലായിട്ട് വീണ്ടും പ്രാസംഗികരെടുത്ത് പ്രസംഗിച്ച് പല പ്രാവശ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന. അപ്പൊ ആർക്കും ഇതുവരെയും ലോകത്തിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ആഴമേറിയ വചനത്തിന്റെ മർമ്മങ്ങൾ, മിസ്റ്ററീസ് ഓഫ് ഗോഡ്, അത് കർത്താവ് തന്നെ എന്ത് ചെയ്യണം? ദൈവത്തിൽ നമ്മളോട് ദയ തോന്നി വിശ്വസ്തനെന്ന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അനുസരിച്ച് മറ നീക്കി കർത്താവ് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് അത് വിളമ്പുന്ന ഒരു സ്റ്റുവേർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ ഹല്ലേലൂയ. ഇത് സഭയോടാവുന്ന പാസ്റ്റേഴ്സ് മീറ്റിംഗിന്റെ പൗലോസ് പ്രസംഗിച്ചതല്ല, കൊരിന്ത്യയിലുള്ള ഈ പട്ടണത്തിലുള്ള സഭയോട്, നമ്മുടെ ദൈവമക്കളോട് സംസാരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഇനി താഴോട്ട് ഒരു ഗ്രഹവിചാരകൻ എങ്ങനായിരിക്കണം, ആരായിരിക്കണം എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിക്കാൻ പോകും. സ്തോത്രം. ഒരു കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവം തരുന്നത് അതുപോലെ വിളമ്പാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ഒരു ഹോട്ടലിൽ ചെന്ന്, സ്റ്റുവേർഡ് ഏറ്റവും നമ്മൾ ആദ്യം കേൾക്കുന്ന ഹോട്ടൽ സ്റ്റുവേർഡ്സ് ആണ്.
ഫ്ലൈറ്റ് സ്റ്റുവർഡും കേട്ടിട്ടുണ്ട്. അത് ഫ്ലൈറ്റിൽ വിളമ്പുന്നത് അല്ലെങ്കിൽ ഹല്ലേലൂയ ആയ ശുശ്രൂഷകൾ ചെയ്യുന്നവർ. ഇവിടെ ഹോട്ടൽ സ്റ്റുവർഡ്. അപ്പം അവിടെ നിന്ന് ആ കൗണ്ടർ അല്ലെങ്കിൽ കിച്ചൺ അല്ലെങ്കിൽ അതിന്റെ ആ സൂപ്പർവൈസർ ഹല്ലേലൂയ നമ്മളൊരു ഓർഡർ കൊടുക്കുന്നു. അത് കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ അല്ലെ അവിടെ നിന്ന് കൊടുത്തു വിടുന്നതിന്റെ പകുതി വഴി അവർക്ക് അതിന്റെ അകത്ത് ചില മാറ്റങ്ങൾ വരുത്തി, അതിന്റെ ഗാർണിഷിലോ അതിന്റെ വിളമ്പുന്ന രീതിയിലോ അതിന്റെ അടുക്കുന്ന രീതിയിലോ ചില മാറ്റങ്ങൾ വരുത്തി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് തരാൻ പറ്റും ഇല്ല. അവിടുന്ന് കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, വിളമ്പിക്കണം. അതാ ഒരു സ്റ്റുവർഡ് ചെയ്യേണ്ട കാര്യം. വേറെ ഒന്നുമില്ല, അവിടുന്ന് വാങ്ങിക്കുക, ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. സ്തോത്രം. അപ്പം ഇവിടെ നമ്മൾ ഇവിടെ പൗലോസ് പറഞ്ഞു ക്രിസ്തുവിന്റെ ശുശ്രൂഷകനും ദൈവവചന മർമ്മത്തിന്റെ ഗ്രഹവിചാരകൻ എന്ന് പറയുമ്പോൾ താൻ എന്ത് ഉദ്ദേശിക്കുന്ന, താൻ അതിനൊന്നും ചേർത്തിട്ടില്ല. തന്റെ അഭിപ്രായമോ തന്റെ കാഴ്ചപ്പാടോ തന്റെ ഇഷ്ടങ്ങളോ സ്തോത്രം അല്ലെ ഇപ്പോൾ ജനത്തിന്റെ സൗകര്യാർത്ഥം ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇപ്പൊ കോവിഡ് കാലമൊക്കെയാണ് സ്തോത്രം അല്ലല്ലോ. അപ്പോഴത്തേക്ക് ദേവദാസന്മാരൊക്കെ ഓരോ നിയമങ്ങളൊക്കെ മാറ്റി എന്ന് വെച്ചാൽ ഓരോ രീതികളൊക്കെ ശുശ്രൂഷ പോലെ ഇനി ഇങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ ഓരോരുത്തർ പറയും. അവരാരെങ്കിലും പറയുന്ന പോലാണോ ശുശ്രൂഷ? സ്തോത്രം അല്ലല്ലേ. ദൈവമല്ലേ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്, ബാക്കി എല്ലാവരും ഞാൻ ഉൾപ്പെടെ പണിക്കാരാണ്. അപ്പൊ അവിടുന്ന് മേളിൽ നിന്ന് യജമാനൻ പറയുന്നത് പോലെ ജനത്തിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ആള് കൂടിയാലും ആള് കൂടിയില്ലേലും ആള് നിന്റെ കൂടെ നിന്നാലും ആള് നിന്നില്ലേലും സ്തോത്രം നിന്റെ ഫോളോവേഴ്സ് ആക്കുവാനല്ല. ഒരു സ്റ്റുവർഡ്, ഒരു ദൈവദാസൻ, ഒരു ശുശ്രൂഷകൻ ദൈവവചനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഴങ്ങൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി സമയങ്ങൾ കർത്താവ് ഈ ദിവസങ്ങൾ തരുന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയോളും ദൈവസന്നിധിയിൽ മുട്ടുമേലിരുന്ന് ആഴങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആഴങ്ങൾ പ്രാപിച്ചുകൊണ്ട് അത് ആരോടൊക്കെ വിളമ്പുവാൻ എല്ലാ വിശ്വാസിക്കും ദൈവം ഒരു കൂട്ടം തന്നിട്ടുണ്ട്. സ്തോത്രം. അവരോട് സംസാരിക്കുവാൻ അല്ലെങ്കിൽ ബലപ്പെടുത്തുവാൻ, സുവിശേഷം പറയുവാൻ, ബലപ്പെടുത്തുവാൻ ദൈവം ഓരോ കൂട്ടങ്ങളെ അവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അവരുടെ കുടുംബക്കാരായിരിക്കും, ചിലപ്പോൾ അവർക്ക് ജോലി ചെയ്യുന്നവരായിരിക്കും. സ്തോത്രം. അല്ല കൂടെ പഠിക്കുന്നവരായിരിക്കും. അപ്പൊ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു വേണം നമ്മൾ ഈ ദിവസങ്ങൾ വിളമ്പുവാൻ. അതിന്റെ അകത്ത് ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ പറയാം. യെസ്, അതല്ലേ രണ്ടാമത്തെ വാക്യം വായിച്ചു. സ്തോത്രം. അല്ലെ ഗ്രഹവിചാരകനിൽ കർത്താവ് അന്വേഷിക്കുന്ന ഒരൊറ്റ ക്വാളിറ്റി ഉള്ളൂ. അവൻ BTH അല്ലെ MDiv അല്ലെ MTH അല്ലെങ്കിൽ PhD ഡോക്ടറേറ്റ് അല്ലെ ഇതൊന്നും കർത്താവ് അന്വേഷിക്കുന്നില്ല. അവൻ ഇത്ര വർഷത്തെ പരിചയം, അവൻ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ്, എത്ര ഭാഷ അറിയാം, ഇതൊന്നും ദൈവം അന്വേഷിക്കുന്നില്ല. തിരുവചനം പറയുന്നത്, പരിശുദ്ധാത്മ പറയുന്നത് എന്തുവാ? ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. ഗ്രഹവിചാരകൻ ദൈവം അന്വേഷിക്കുന്നത് അവൻ ആരായിരിക്കണം? He needs to be faithful. സ്തോത്രം. അവൻ വിശ്വസ്തനായിരിക്കണം. അല്ലെ കാര്യം അവന് വേണ്ടിയല്ല, അവന്റെ പേരിന് വേണ്ടിയല്ല, അവന്റെ പോക്കറ്റ് നിറയുവാനല്ല. അവൻ എന്തിനു വേണ്ടി ആയിരിക്കണം ശുശ്രൂഷിക്കുന്നത്? സ്തോത്രം. ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആയിരിക്കണം ശുശ്രൂഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ദൈവം തരുന്നത് ജനത്തിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ അതിന് ഒട്ടും മായം കലക്കാതെ അതുപോലെ കൊടുക്കണം. അവൻ ദൈവം സർവശക്തനാണ് പഠിപ്പിക്കുന്നവനായിരിക്കും. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായിരിക്കും. രോഗം വരുമ്പോൾ ആ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോകാനും ഇവിടെ ഈ പ്രശ്നം വരുമ്പോൾ ഈ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോകാനൊന്നും പറയുന്നവനല്ല. അവൻ ആരായിരിക്കണം? സ്വന്തം ഏത് വിഷയം ആരവന്റെ അടുത്ത് വന്നാലും നമ്മുടെ ദൈവത്താൽ കഴിയും. കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവം ചെയ്തു, നിന്റെ ജീവിതത്തിലും ദൈവം ചെയ്യുവാൻ ദൈവം മതിയായവൻ, ദൈവം വിശ്വസ്തൻ. അപ്പൊ ദൈവം സർവശക്തനാണ് അവൻ വിശ്വസിക്കുകയും ലോകജ്ഞാനത്തിൽ വചനത്തെ അനലൈസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ദൈവത്തിലും ദൈവവചനത്തിലും ദൈവത്തിന്റെ ശക്തിയിലും ബലത്തിലും അവന്റെ കഴിവിലും കൃപയിലും ആശ്രയിക്കുന്നവനായിരിക്കണം ദൈവത്തിനും. എന്നാൽ മാത്രമേ ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കുവാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ക്വാളിറ്റി. എല്ലാ രീതിയിലും അവൻ വിശ്വസ്തൻ. സാമ്പത്തിക വിഷയത്തിൽ അവൻ വിശ്വസ്തനായിരിക്കണം. അവന്റെ രഹസ്യ പരസ്യ ജീവിതത്തിൽ അവൻ വിശ്വസ്തനായിരിക്കണം. എല്ലാ വിഷയത്തിലും ഒരു ഗ്രഹവിചാരകൻ ആരായിരിക്കണം? ഒരൊറ്റ ക്വാളിറ്റിയെ പരിശുദ്ധാത്മാവ് നോക്കുന്നുള്ളൂ. അവനെ ദൈവം വചനത്തിന്റെ മർമ്മങ്ങൾ ഏൽപ്പിക്കണമെങ്കിൽ അവൻ വിശ്വസ്തനായിരിക്കണം. പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ദൈവം എന്നെ വചനമർമ്മങ്ങൾ ഏൽപ്പിക്കുന്നില്ല, ദൈവം എന്നോട് എത്ര പ്രാവശ്യം ആ ബൈബിളിൽ ആദ്യം വായിച്ചത് എനിക്ക് വെളിപ്പെടുന്നില്ല. കുറച്ചുകൂടെ നമ്മൾ വിശ്വസ്തരായി തീരേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ വിശ്വസ്തരായി തീരുമ്പോൾ
യെസ്, ഹല്ലേലൂയ. ദൈവം നമ്മളെ ദൈവവചനത്തിന്റെ മർമ്മം ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അത് വചനത്തിന്റെ വെളിപ്പാടാണ്. എല്ലാ വിഷയത്തിലും, കുടുംബ വിഷയത്തിൽ വിശ്വസ്തനായിരിക്കണം, ദേശത്ത് അവൻ വിശ്വസ്തനായിരിക്കണം, ദൈവത്തോടും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ലോകത്തോടും ഒരുപോലെ വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, വിളിച്ചവനെ പ്രസാദിപ്പിച്ച് തന്നെ അവൻ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും വായിച്ചു, ഗ്രഹവിചാരകൻ ആരായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് ആ സമയത്ത് വേറെ വല്ലവരെ പറ്റി ചിന്തിക്കാൻ, അവർ വിശ്വസ്തരാണോ? അതല്ല കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസ്തനാണോ അല്ലയോ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. മൂന്നാമത്തെ വാക്യം ഇവിടെ ഈ സഭയോട് പറയാം. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്നവരുടെ വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും കാര്യം ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാവും പല വിഷയമാണ്. ഇതിന്റെ ഒന്നാമത് ഇവിടെ ഈ സഭയോട് സംസാരിക്കുമ്പോൾ ഇതിന്റെ നേരത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടു, നീ കേഫായുടെ പക്ഷമാണോ, നീ അപ്പലോസിന്റെ പക്ഷമാണോ, നീ പൗലോസിന്റെ പക്ഷമാണോ, നീ ആരുടെ പക്ഷമാണേലും കാര്യമൊന്നുമില്ല. കാര്യം ഞങ്ങളെല്ലാം വെറും ശുശ്രൂഷകരാണ്. ഒരാളെ നടാൻ ഏൽപ്പിച്ചു, ഒരാളെ നടത്താൻ ഏൽപ്പിച്ചു, ഒരാൾ വീണ്ടും ഹാലിൽ വളർത്തിക്കൊണ്ട് വരുന്നു. ഇതിനെല്ലാം വളർത്തുന്നത് ആരാണ്? ദൈവമാണ് വളർത്തുന്നതെന്ന് വചനത്തിൽ നമ്മൾ വായിച്ചു. അപ്പം ഈ പക്ഷങ്ങളും ഈ ഗ്രൂപ്പിസോ ഓരോരുത്തർക്ക് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോ ആത്മീയ നേതാക്കന്മാരെയും പാസ്റ്റർമാരെയും ഒക്കെ കൂട്ടുപിടിച്ച് അവിടെ ഒരു സഭയിൽ തന്നെ ഒരു ആത്മീയ ഐക്യതയ്ക്ക് കുറവ് വന്ന ഈ സമയത്താണ് ഈ 4-ാമത്തെ അധ്യായം എഴുതുന്നത്. നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും പൗലോസ് ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും അത് ഹല്ലേലൂയ സഭയ്ക്ക് ഇഷ്ടമല്ല. അതിന്റെ വലിയൊരു തെളിവാണല്ലോ യെരൂശലേമിലെ സഭയ്ക്ക് എഴുതിയപ്പോൾ, എബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതിയപ്പോൾ എഴുത്ത് കാണുമ്പോൾ അതിന്റെ തുടക്കവും അവസാനവും അതിന്റെ സബ്ജക്ട് കാണുമ്പോൾ നമുക്കറിയാം ഇത് പത്രോസും അല്ല എഴുതിയത്, യോഹന്നാനും അല്ല, യാക്കോബും അല്ല, ഇതാരും എഴുതിയതാണ്, പൗലോസ് എഴുതിയത്. പക്ഷെ അതിലെങ്ങും പൗലോസ് എഴുതിയെന്ന ഒരു ഹെഡിങ്ങിലോ അതിന്റെ ഉള്ളിലോ എഴുതാനതിന്റെ കാരണം വേറൊന്നുമല്ല. അങ്ങനെ എഴുതിയാൽ പിന്നെ യെരൂശലേമിലെ സഭക്കാർ എന്ത് ചെയ്തില്ല? അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, താൻ ആ മതത്തിന് അല്ലെങ്കിൽ യഹൂദ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് അവരുടെ പാരമ്പര്യത്തിന് അവരുടെ പല ആചാരങ്ങൾക്ക് പത്രോസ് പോലും കൂട്ടുനിന്ന സമയങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നു. അപ്പോഴും പൗലോസ് എന്ത് ചെയ്തു? അത് പബ്ലിക്കായിട്ട് താൻ അത് ఖంഡിച്ചു. അത് തെറ്റാണ്, അത് പബ്ലിക്കായിട്ട് പറഞ്ഞു. അത് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. സ്തോത്രം. അപ്പൊ ഓരോ വിഷയങ്ങൾ ഇത് തുറന്നു പറയുന്നുണ്ട്. പൊരുത്തെ ലേഖനത്തിൽ തന്നെ നമുക്ക് ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. അവിടുത്തെ ആ സഭയിൽ ഒരു വലിയൊരാളാണ്, വലിയൊരു പണക്കാരനും ഒരു ഹോൾഡ് ഉള്ള ഒരാളാണ്. പക്ഷെ അവന്റെ കൂടെ താമസിക്കുന്ന അവന്റെ ഭാര്യ എന്ന് പറയുന്ന ആള് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കൂടാൻ പറ്റാത്ത ഒരു ബന്ധമായതുകൊണ്ട് അവനെ സഭയിൽ നിന്ന് പുറത്തു കളാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പബ്ലിക്കായിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളെ അവിടുത്തെ ദേവദാസൻ അവിടുത്തെ പാസ്റ്റർ പോലും ധൈര്യപ്പെടാതിരുന്നപ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഒരധർമ്മിയെയും സഭയിൽ വെച്ചുകൊണ്ടിരിക്കില്ല. അവൻ ഏത് കാരനാണേലും അവൻ ഏത് സഭക്കാരനാണേലും അവനെ പുറത്തുകള, ഇങ്ങനെയുള്ളവരുടെ കൂടെ ഭക്ഷണം കഴിക്കില്ല, കൈ കൊടുക്കില്ല, കൂട്ടായ്മ കൂടല്ല എന്നൊക്കെ പൗലോസ് എഴുതുന്നതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ഈ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നെ വിധിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും അല്ല മൈൻഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെ പുകഴ്ത്തിയാൽ ഞാൻ അവിടെ ചീർക്കുന്നുമില്ല. നിങ്ങൾ എന്നെ ഹല്ലേലൂയ കളിയാക്കിയാലോ പരിഹസിച്ചാലോ ഞാൻ ചെറുതായി പോകത്തില്ല. കാര്യം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം അത് അതുപോലെ നിങ്ങളുടെ നന്മയ്ക്കായിട്ട്, നിങ്ങളുടെ രൂപാന്തരത്തിനായിട്ട് നിങ്ങൾ മാറിയാലേ പറ്റൂ. എടുക്കാറുള്ളതുപോലെ എടുക്കപ്പെടണമെങ്കിൽ അതുകൊണ്ടാണ് ഉള്ളത് അതുപോലെ അങ്ങ് പറയുന്നത് എന്ന് ഹല്ലേലൂയ സ്തോത്രം പൗലോസ് പറഞ്ഞാണ്. നിങ്ങൾ എന്നെ വിധിച്ചിട്ട് ഒരു കാര്യവുമില്ല, എനിക്ക് നല്ലൊരു ബന്ധമുണ്ട് ദൈവവുമായിട്ട്. വീണ്ടും പൗലോസ് എഴുതുമ്പോൾ 4-ാമത്തെ വാക്യം, എനിക്ക് യാതൊരു കുറ്റത്തെയും കുറിച്ച് ബോധമില്ലെങ്കിൽ അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയും സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്നെ നിങ്ങൾ വിധിച്ചോണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതെന്നെ എന്റെ ശുശ്രൂഷയിൽ ഒട്ടും ക്ഷീണിപ്പിക്കാൻ പോകുന്നില്ല. എങ്കിലും സ്തോത്രം അല്ല പ്രൈസ് ദി ലോർഡ് താൻ മനുഷ്യർ വിധിക്കുമ്പോൾ താൻ തന്നെ തന്നെ ഒന്ന് ശോധന ചെയ്താ പറയുന്നത്. ആ കുറ്റം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് വല്ലതും എന്റെ ജീവിതത്തിൽ ഉണ്ടോ, എന്റെ കുറവാണോ? സ്തോത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് നിമിത്തം വല്ല വേദന വരുന്നുണ്ടോ എന്ന് താൻ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. എന്നെ കുറ്റം വിധിക്കുന്നത് ആരാ? ഒരാളെ. ഞാൻ കടപ്പെട്ടിരിക്കുന്ന ആരോട്? ശുശ്രൂഷ കാര്യത്തിലാണ്. ഞാൻ ഗവൺമെന്റിനോടല്ല കടപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം ഞാൻ ഒരു പ്രസ്ഥാനത്തോടല്ല കടപ്പെട്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാരോട്, പഴയ സീനിയർ പൗലോസിനേക്കാൾ മുമ്പേ തുടങ്ങിയ പത്രോസും യോഹന്നാനെ പോലെ ഞാൻ അവരോടുമല്ല കടപ്പെട്ടത്. അവരോടെല്ലാം കൂട്ടായ്മയുണ്ട്, അവരുടെ കൂട്ടുപേലക്കാരാണെങ്കിലും ഞാൻ അവരോടുമല്ല കടപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്നെ സഹായിച്ച പലരും കാണും. പൗലോസിനെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ശുശ്രൂഷയിലും കൂടുതൽ തിമോത്തിയോസ് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഇവരൊക്കെ ദൈവം എനിക്ക് ശുശ്രൂഷയിൽ ഒരു ഹല്ലേലൂയ തുണയായിട്ടും
എന്റെ ഒരു കൂട്ടായിട്ടും ഒരു ടീമായിട്ട് നിൽക്കാനൊക്കെ ദൈവം ഒരുക്കിയെങ്കിലും ഞാൻ അകുലാസും ക്രിസ്തുലാവും ഒത്തിരി സഹായിച്ചു തന്റെ ശുശ്രൂഷയിൽ. പക്ഷെ ഇവരോട് ആരോടുമല്ല ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരാളോട് മാത്രമാ. ആ വ്യക്തി സ്തോത്രം വലിയവനായ ദൈവം കർത്താവായ യേശു ഹല്ലേലൂയ എന്നെ ഏതെങ്കിലും രീതിയിൽ കുറ്റം വിധിക്കുന്നോ എന്നാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. സ്വന്തം ദൈവത്തിന് മുമ്പിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് താൻ തന്നെ വചനപ്രകാരം തൂക്കി നോക്കുകയും ദൈവം എന്നെ കുറ്റം വിധിക്കുന്നു. ഈസ് ഗോഡ് ജഡ്ജിങ് മീ. ഹല്ലേലൂയ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ കുറവില്ലാത്തവനായി തീർന്നാൽ മതി. ലോകം എന്നെ എന്ത് വിളിക്കുന്നോ അതൊന്നും എനിക്കൊരു വിഷയമല്ല. വീണ്ടും ആ ന്യായവിധിയെ പറ്റിയാണെങ്കിൽ ഹല്ലേലൂയ 5-ാം വാക്യം. ആകയാൽ കർത്താവ് വരുമ്പോഴും സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ദൈവങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുക ആരെയും പെട്ടെന്നൊന്നും എന്ത് ചെയ്യണ്ട, വിധിക്കണ്ട. മനുഷ്യൻ പെട്ടെന്നാണ് വിധിക്കുന്നത്, മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്. പക്ഷെ ദൈവം പെട്ടെന്നല്ല വിധിക്കുന്നത്. സത്യമല്ല. ദൈവത്തിന്റെ ന്യായവിധി എപ്പോഴാണ് നടക്കുന്നത്? ഈ ലോക ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാഹളം ഊതുന്ന വരെയും നമുക്ക് തന്നിരിക്കുന്ന സമയം കഴിഞ്ഞ് അവസാനമാണ് ന്യായവിധി നടക്കുന്നത്. മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് അവൻ ആത്മീയനല്ല, അവൻ ഈ പ്രശ്നക്കാരൻ, അവന്റെ സമയം നമുക്ക് കൊടുത്തതാണ്, അല്ലെങ്കിൽ അവനെ നമ്മുടെ കൂട്ടത്തിൽ വേണ്ട. മനുഷ്യൻ പെട്ടെന്ന് വിധിക്കും. മനുഷ്യൻ നോക്കുന്നത് പുറമേ ഉള്ളത്. കർത്താവ് നോക്കുന്നത് എന്തുവാ? കർത്താവ് അഹമയാണ്. സ്തോത്രം. നിന്റെ ഉള്ളാണ് നോക്കുന്നത്. നിനക്കൊരു പരമാർത്ഥ ഹൃദയമുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു സത്യമുണ്ടോ? സ്തോത്രം. അല്ലെങ്കിൽ നീ എന്തിനാണ് കർത്താവിനെ സേവിക്കുന്നത്? കർത്താവ് നോക്കുന്നത് നിന്റെ ഉള്ളാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ പുറമേ ഉള്ളതാണ് വിധിക്കുന്നത്. മനുഷ്യൻ പെട്ടെന്ന് വിധിക്കും, പക്ഷെ ദൈവം വിധിക്കുന്നത് ഉള്ളിലുള്ളത് എന്ന് എഴുതിയിട്ട് സ്തോത്രം. അവസാനം ആ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം വായിച്ചാൽ ഉള്ളിലുള്ളത് കർത്താവ് എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്? പ്രൈസ് ലോർഡ്. ദൈവം ഉള്ളിലുള്ളത് എല്ലാം കർത്താവ് എന്ത് ചെയ്യും? പുറമേ കൊണ്ടുവരും. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഉള്ളിലുള്ള പ്രൈസ് ലോർഡ്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹൃദയത്തിന്റെ ഓരോ ഭാഗത്ത് അതിന്റെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ സ്വഭാവം കർത്താവ് അതിനെ പുറത്തു കൊണ്ടുവരും, അതിനെ പുറത്ത് വെളിപ്പെടുത്തും. പുറത്ത് വെളിപ്പെടുത്തുന്നത് എന്തിനാ? മറഞ്ഞിരിക്കുന്ന ഇപ്പൊ പട്ടാളക്കാരാണെങ്കിലും എന്ത് വെച്ചിരിക്കുന്നത്? മറഞ്ഞിരിക്കുന്ന കള്ളന്മാര്, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നവരാരും വെളിയിൽ കൊണ്ടുവന്ന് കാണുന്നത് വെളിവെക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ പിടിക്കണമെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവന്നതിൽ മാത്രമേ പറ്റത്തുള്ളൂ. സ്തോത്രം. പലപ്പോഴും ഈ ഇവിടെ കൊരിന്ത്യ സഭയ്ക്കും ഞാൻ പറഞ്ഞില്ല, പല അധർമ്മം ചെയ്യുന്നവരൊക്കെ സഭയ്ക്കകത്തെ പ്രധാനികളായിട്ട് ഉണ്ടായിരുന്നു. പൗലോസ് അടുത്ത അധ്യായത്തിൽ നമുക്ക് വായിക്കാം. സ്തോത്രം. അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുണ്ട് അവരെ പുറത്തു കള, അവരെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടല്ല, ഈ പുളിപ്പ് മതി സഭയെ മുഴുവനും പുളിപ്പിക്കുക. കാര്യം അവരെ നാളുകളായിട്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല, പരിശുദ്ധാത്മാവിലാണ് താൻ ലേഖനം എഴുതുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ നാളുകളായിട്ട് അവരെ അതും വെച്ചുകൊണ്ട് ദൈവം പലവട്ടം ഇടപെട്ടിട്ടും സ്വഭാവത്തിന് രൂപാന്തരം വരാതെ അവർ അതിൽ തന്നെ തുടർന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ അങ്ങനെ ഒരു കാര്യം. അപ്പം കർത്താവിന്റെ സ്വഭാവമായി ഇവിടെ എഴുതിയിരിക്കുന്ന വിധിക്കുമ്പോൾ കർത്താവ് ഉള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരുന്നത് എന്തിനാണ്? ഒന്ന് നമുക്കറിയുവാൻ. സ്തോത്രം. അയ്യോ ഇങ്ങനൊരു വിഷയം എന്റെ ഉള്ളിലുണ്ട്, ഇങ്ങനൊരു പാപ സ്വഭാവം, ഇങ്ങനെ ദൈവത്തിന്റെ പ്രസാദമില്ലാത്ത, ദൈവത്തിൽ നിന്ന് ശുശ്രൂഷകൾ പ്രാപിക്കുവാൻ തടസ്സമായിട്ട് അതാണല്ലോ നിൽക്കുന്നത്. ദൈവത്തിൽ നിന്ന് ആത്മാവിന്റെ ശക്തി പ്രാപിക്കുവാൻ, ഒന്ന് ആത്മാവിൽ ആരാധിക്കുവാൻ കഴിയാത്ത രീതി. സ്തോത്രം. അല്ലല്ല എന്നെ ആക്കുന്നത് എന്റെ ഈ ഉള്ളിലുള്ള ഈ സ്വഭാവമാണല്ലോ. പ്രൈസ് ലോർഡ്. അപ്പൊ കർത്താവ് ഉള്ളിലുള്ളത് എന്ത് ചെയ്യും? ഒന്ന് പുറത്തു പോയി. ചിലപ്പോൾ അസൂയയായിരിക്കും, ചിലപ്പോൾ സ്വാർത്ഥതയായിരിക്കും, ചിലപ്പം പ്രൈസ് ലോർഡ് പലവിധ പാരമ്പര്യ സ്വഭാവങ്ങൾ, ജനിക സ്വഭാവം, പാപ സ്വഭാവങ്ങളായിരിക്കും, ലോകമോഹങ്ങളായിരിക്കും, ദ്രവ്യാഗ്രഹങ്ങളായിരിക്കും, സ്തോത്രം, വ്യഭിചാര ചിന്തകളായിരിക്കും. പ്രൈസ് ലോർഡ്. അപ്പൊ എന്തുവാണെങ്കിലും അത് ഉള്ളിലുള്ളത്, ഇരുട്ടിലുള്ളത് കർത്താവ് എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. എന്നിട്ടാണ് ദൈവം ന്യായം വിധിക്കുന്നത്. സ്തോത്രം. നല്ലൊരു സ്വഭാവമായിട്ട് പ്രൈസ് ലോർഡ്. നീതിയോടൊരു ന്യായ കർത്താവാണ്. കാര്യം പലരും വെളിയിൽ ആത്മീയരെന്ന ദൈവദാസന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും സുവിശേഷകരാണെങ്കിലും വെളിയിൽ ആത്മീയർ എന്ന് അവർ അഭിനയിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുക. അപ്പൊ കർത്താവ് എന്ത് ചെയ്യും? ഇരുട്ടിലുള്ളത് അത് പുറത്തു കൊണ്ട് സങ്കീർത്തനത്തിലെല്ലാം കർത്താവ് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതൊന്നും ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. 139 സങ്കീർത്തനം, Psalms 139, അതിന്റെ ആദ്യത്തെ 4 വാക്യം വായിക്കാം. 139 139. യെസ്. Praise the Lord. Yes. Praise the Lord. ഇവിടെ എഴുതിയിരിക്കുന്ന കർത്താവ് എന്നെ മുഴുവനായിട്ട് കർത്താവിന് അറിയാം. എന്റെ ഇരിപ്പും എന്റെ നടപ്പും എല്ലാം എന്ത് ചെയ്യുന്നു? നീ അറിയും. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് എഴുതിയിരിക്കുന്ന എന്റെ ഇരിപ്പും എന്റെ യാത്ര, എന്റെ ചിന്ത, എന്റെ ഉള്ള എല്ലാം 4-ാമത്തെ വാക്യം വരെയും വായിച്ചു. യെസ്.
യഹോവയെ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ആദ്യത്തെ വാക്കുകളും താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് ഇരിപ്പ്, എന്റെ നടപ്പ്, എന്റെ കിടപ്പ് താഴോട്ട് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ദൂരത്തിൽ നിന്ന് എന്റെ നിരൂപണം താഴെ എന്റെ 7-8 വാക്യമൊക്കെ വായിക്കണ്ട. അവർ വായിക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ നീ എവിടെ പോയി ഒളിച്ചിരിക്കാൻ ശ്രമിച്ചാലും, എന്റെ ഉള്ളിലെ വിഷയങ്ങൾ ഞാൻ ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അവിടും കർത്താവ് എത്തും. അപ്പൊ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും മറച്ചു വെക്കുവാൻ കഴിയത്തില്ല. ഉള്ളതുപോലാണ് നമ്മുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനലായിട്ട് ഉള്ള നമ്മുടെ ആ സ്വഭാവം അല്ലേ ആരറിയും? നമ്മൾ ഈ ജഡത്തെ ശരിക്കും എന്നേക്കാൾ കൂടുതൽ കർത്താവ് അറിയുന്നു, വളരെ വ്യക്തമായിട്ട് അറിയുന്നു. നമ്മൾ ആവശ്യമുള്ള ബലം ചോദിച്ചാൽ ബലം തരുവാൻ കർത്താവ് ശക്തൻ. എവിടൊക്കെ രൂപാന്തരം വേണമോ അതൊക്കെ ദൈവത്തോട് കണ്ണുനീരോടുകൂടി ദിവസങ്ങൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്വഭാവത്തിന് രൂപാന്തരം വരേണ്ട ഏരിയകളെല്ലാം കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ ഒന്ന് പണിതേനെ പറ്റു ദൈവമക്കളെ. എന്നാൽ മാത്രമേ കാട് നമ്മൾ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന ഹല്ലേലൂയ ഉള്ളതുപോലെ കർത്താവ് അറിയുന്നു. 1 കൊരിന്ത്യർ അതിന്റെ 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചു. 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ ദിവസം ഏത് ദിവസം? ന്യായവിധി ദിവസം നമ്മുടെ പ്രവൃത്തികളെല്ലാം തീക്കൂട് കർത്താവ് കടത്തിവിടും. അതുകൊണ്ട് ശോധന ചെയ്യുന്നത്, എന്റെ ശരിക്കുള്ള പ്രവൃത്തി ശോധന ചെയ്യുന്ന സ്കാനറിന്റെ പേരെന്തുവാ? സ്വർഗീയ തീക്കകത്തോട് കടത്തിവിടും. അതിൽ നിന്ന് ഒരു വിഷയത്തിനും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. ഓർത്തോണം, നമ്മൾ ഓരോ വിഷയങ്ങൾ ഇവിടെ ലോകത്തിൽ ഒപ്പിക്കുമ്പോൾ, ഓരോ ദൈവത്തിന് പ്രസാദമല്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ, പ്രൈസ് ലോർഡ്, നമ്മളിൽ നിന്ന് ആ വിഷയങ്ങൾ വരുമ്പോൾ ഓർത്തോണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്വർഗത്തിൽ ഈ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആ വിഷയത്തിന് നിരപ്പ പ്രാപിക്കാത്ത വിഷയങ്ങൾ, സ്തോത്രം. ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് നമ്മുടെ കുറവുകൾ കർത്താവിനോട് ഏറ്റു പറയാതിരിക്കുമ്പോൾ അതെല്ലാം സ്വർഗത്തിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ വ്യക്തമായിട്ട് തീക്കൂട് കടത്തി വിടുമ്പോൾ അതനുസരിച്ചാണ് ദൈവം ന്യായം വിധിക്കുന്നത് എന്നാണ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. സ്വന്തം തീ തന്നെ ശോധന ചെയ്യും. ആ ദിവസം അന്ന് അതെല്ലാം വെളിപ്പെട്ടു വരും. റോമാലേഖനം 2-ാമത്തെ അധ്യായം സ്തോത്രം അവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ പ്രവൃത്തികൾ അനുസരിച്ച്. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് ന്യായം വിധിക്കുന്നത് എന്തുവാ? ന്യായം വിധിക്കുന്നത് ഈ സുവിശേഷ പ്രകാരം, ഈ വചന പ്രകാരം മനുഷ്യന്റെ രഹസ്യങ്ങളെയാണ് അന്ന് കർത്താവ് ന്യായം വിധിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഈ ദിവസങ്ങൾ നമ്മൾ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഇന്നത്തെ മനുഷ്യനെല്ലാം എന്തെങ്കിലും ഈ ജഡീകരാണ്. അതല്ല പ്രൈസ് ലോർഡ്. നേരത്തെ സമുദായത്തിലായിരുന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നേർച്ച കാഴ്ചകളും അതിനു വേണ്ടി പഴമാണ് പഴം, കാശാണ് കാശ്, അരിയാണ് അരി, ഓരോ നേർച്ചകൾ അർപ്പിച്ച് മുണ്ടനം ചെയ്യണേ, അങ്ങനെ ചെയ്യുക. 1000-100 വീട്ടിൽ ഭിക്ഷയാചിക്കണേ, അങ്ങനെ ചെയ്യുക. ഓരോ ദേശത്തും ഓരോ സ്ഥലത്തും മനുഷ്യരുണ്ടാക്കുന്ന ഓരോ നേർച്ച കാഴ്ചകളുടെ സമ്പ്രദായം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അങ്ങനത്തെ കർമ്മമാർഗത്തിൽ കൂടെ ഒക്കെ കാര്യങ്ങൾ നേടുവാൻ ശ്രമിച്ചാൽ, പിന്നെ അവർ വിശ്വാസത്തിൽ വരുമ്പോൾ ദൈവമക്കളാകുമ്പോൾ ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചും കാര്യം നേടുവാൻ ശ്രമിക്കുമ്പോൾ ദൈവമക്കളെ ഉപവാസവും പ്രാർത്ഥനവും കാര്യം സാധിക്കുവാനല്ല. ദൈവത്തിന് മുമ്പിലുള്ള ഒരു സത്യാഗ്രഹമല്ല. അങ്ങനല്ല ബൈബിൾ ഉപവാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉപവാസവും പ്രാർത്ഥിക്കുമ്പോൾ ബൈബിളിനകത്ത് എഴുതിയിട്ടില്ലേ, നീ നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യും. പഴയ നിയമത്തിലായിരുന്നു അവരെന്ത് ചെയ്യും? അവരെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ അവർ ചണവസ്ത്രം റെട്ടിലും വെണ്ണീരിലും എന്ന് വെച്ചാൽ ചാരത്തിലിരുന്ന്, പൊള്ളുന്ന ചാരത്തിൽ, ചാരം പൊള്ളുന്നതാണെന്ന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. പൊള്ളുന്ന ചാരത്തിൽ അവരിരുന്നു കൊണ്ട് ഉപവാസത്തിന്റെ സമയം മുഴുവൻ ചണവസ്ത്രം, ചാക്ക്, ഹല്ലേലൂയ, ചണം കൊണ്ടുള്ള ചാക്കില്ല, ചണവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവർ ചാരത്തിലിരിക്കുവാൻ അവരെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളൊക്കെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശോധന ചെയ്യും. ഒരുപാട് പുസ്തകത്തിൽ 7 സഭകളോടും സംസാരിക്കുമ്പോൾ അവിടെല്ലാം നമ്മൾ 3-ാം അധ്യായത്തിലൊക്കെ കാണുന്നു. ഞാൻ യേശു കർത്താവ് പറയുന്നത്, നിന്റെ നല്ല പ്രവൃത്തികളൊക്കെ ചിലതുണ്ടാകും ഞാൻ അറിയുന്നു, എങ്കിലും ഇന്ന വിഷയങ്ങൾ നിനക്കൊരു മാറ്റം വന്നതിനെ പറ്റും, നിനക്കൊരു രൂപാന്തരം വന്നതിനെ പറ്റും. കർത്താവ് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയും. കാര്യം വേറൊന്നുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. രൂപാന്തരം വരാതെ സ്വർഗത്തിൽ ചെല്ലുവാൻ കഴിയത്തില്ല. ഒരു തികവ് പ്രാപിച്ചാലേ പറ്റത്തുള്ളൂ. നമുക്കൊക്കെ ഈ മാനുഷിക സ്വഭാവങ്ങൾ ഈ ഹല്ലേലൂയ ഇതിന്റെ അകത്ത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച്
അതും വെച്ചോണ്ടാണ് വീണ്ടും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഒന്നും കഴിയത്തില്ല ദൈവമക്കളെ. സാത്താൻ നമ്മളെ കൊണ്ട് ഒരു ചെയ്യിപ്പിക്കത്തില്ല. കാര്യം ഒരു വിഷയം സാത്താൻ അവകാശം പറയാനുണ്ടെങ്കിൽ സ്തോത്രം സ്വർഗത്തിൽ ചെന്നിട്ട് നിന്റെ മേലുള്ള ദൈവത്തിന്റെ നീതി അവൻ തടയും. അല്ല, അത് സാത്താൻ യോബിന്റെ കാലം ഉൽപ്പത്തിന്റെ കാലം ആണ്. സ്തോത്രം അല്ലെ, യോബിന്റെ പുസ്തകം ഇങ്ങാണെങ്കിലും ആ കാലത്ത് ജീവിച്ച ഒരാളാണ് നമുക്കറിയാം. പ്രൈസ് ലോർഡ് അല്ലെ. അപ്പൊ യോബിന്റെ കാലം തൊട്ട് സാത്താന്റെ പരിപാടി ഇരുന്നു. അതിനു മുമ്പും എല്ലാം നമുക്കറിയാം. ആദാമോവയുടെ കാലത്ത് തൊട്ട് സാത്താൻ ചെയ്തിരുന്നു നമുക്കറിയാം. അവരെ ഉബായി, വഞ്ചകൻ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് ബൈബിൾ. പ്രൈസ് ലോർഡ് അല്ലെ. ഇവിടെ നമ്മൾ കാണുന്നു സ്തോത്രം ഹല്ലേലൂയ, യെസ് പ്രൈസ് ലോർഡ്, നിന്റെ ഹൃദയ രഹസ്യങ്ങൾ ഓരോന്നും വെളിപ്പെടുത്തുന്ന സമയം. ഹല്ലേലൂയ, നിന്റെ പ്രവർത്തികൾ. യെസ് അതിനെ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ ഓരോ സഭയോട് പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ചെവിയുള്ളവൻ എന്ത് ചെയ്യട്ടെ? ദൈവമക്കൾക്കെല്ലാം ചെവിയില്ലേ? അവരൊക്കെ ചെവി നല്ല പോലെ വർക്ക് ചെയ്യുന്ന ചെവി. എന്നിട്ടും കർത്താവ് സഭകളോട് പറഞ്ഞിട്ട് ഓരോ സഭയോട് പറയുമ്പോഴും ഓരോ വിഷയം പറഞ്ഞിട്ട് കർത്താവ് പറയും അവസാനം എന്തോ ചെവിയുള്ളവൻ. അതിന്റെ അർത്ഥം എന്തുവാ? ഹല്ലേലൂയ, അത് ഏറ്റെടുത്ത് ആ വിഷയത്തിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒരു പരമാർത്ഥ ഹൃദയത്തോടുകൂടി ചിന്തിച്ച് ആ വിഷയത്തിൽ രൂപാന്തരം പ്രാപിച്ചാലേ പറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പണിയപ്പെടുന്നു. ഓരോ വിഷയങ്ങൾ, ഏരിയകൾ മാറ്റം വരേണ്ടത് മാറ്റം വരുത്തി രൂപാന്തരം വരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മളോട് സംസാരിച്ചിട്ട് പറയുക, ചെവിയുള്ളവൻ എന്ത് ചെയ്യട്ടെ? കേൾക്കട്ടെ. പ്രൈസ് ലോർഡ്. അവിടെയൊക്കെ ദൈവം ന്യായം വിധിക്കും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ന്യായവിധിയെ പറ്റിയാണല്ലോ പിന്നീടുള്ള അധ്യായങ്ങൾ വരുന്നത്. അല്ലല്ലേ, ആ ന്യായവിധിയിൽ ആ മഹാപീഡന കാലത്തിൽ പെട്ടുപോകാതിരിപ്പാൻ. പ്രൈസ് ലോർഡ്. വീണ്ടും നമുക്ക് ഹല്ലേലൂയ വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചാൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവനവന്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അവനവൻ ചെയ്ത പ്രവൃത്തികൾ അതനുസരിച്ചുള്ള പ്രതിഫലം വാങ്ങിക്കാൻ നമ്മൾ എല്ലാവരും തക്ക പ്രതിഫലം. അത് അഴുക്കാണെങ്കിൽ അഴുക്ക് ശിക്ഷ, നല്ലതാണെങ്കിൽ എന്ന് വെച്ചാൽ നല്ലത് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഞാൻ ഇന്നാലും ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ വന്ന് 5 രൂപ കൊടുത്തു. ആ കാരുണ്യ പ്രവൃത്തിയെ പറ്റി ഒന്നും അല്ല ഇവിടെ പറഞ്ഞ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ. പ്രൈസ് ലോർഡ്. നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ഗ്രഹവിചാരകൻ, സ്റ്റൂവർ, കർത്താവിൽ നിന്ന് വചനത്തിന്റെ മർമ്മങ്ങൾ പ്രാപിച്ചിട്ട് അത് പോയി മറ്റുള്ളവർക്ക് വിളമ്പുന്നവൻ, ഹി ഈസ് ബ്ലെസ്ഡ്, അവനാണ് ഭാഗ്യവാൻ. മത്തായി സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ഇവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ എല്ലാം നമ്മൾ കണ്ടു. ആ ക്രിസ്തുവിന്റെ ദാസൻ, ഹല്ലേലൂയ പ്രൈസ് ലോർഡ്, കർത്താവിന്റെ വചനത്തിന്റെ ഗ്രഹവിചാരങ്ങൾ ഒന്നിച്ചാകുന്നത് കേട്ടോ. ക്രിസ്തുവിന്റെ ദാസനും എന്തുവാ ദാസന്റെ ജോലി? കർത്താവിന്റെ വചന മർമ്മങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് വിളമ്പുക. പ്രൈസ് ലോർഡ് അല്ലേ. അപ്പം ആ ശുശ്രൂഷ നമ്മൾ ചെയ്തേ പറ്റും. നമുക്കറിയാം, ഇവിടെ നമ്മൾ കൊരിന്ത്യർ വായിച്ചു, അതനുസരിച്ച് നമ്മൾ ചെയ്തോ ഇല്ലയോ അതനുസരിച്ചുള്ള പ്രതിഫലമാണ്. നമ്മൾ പറയും, ഞാൻ ഇത്ര മക്കളെ വളർത്തി, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തു, ഞാൻ ജോലി ചെയ്ത് വീട്ടിലെ കാശ് കൊണ്ടുവന്നു, നമ്മൾ ഇത്ര ഒരു വീട് വെച്ചു, അല്ലെ 2 വീട് വെച്ചു, അല്ലെ 3 വീട് വെച്ചു, ഓരോ മക്കൾക്കും ഓരോ വസ്തു വാങ്ങിച്ചു. ഇതൊക്കെയാണ് നമുക്ക് പറയാൻ സ്തോത്രം അല്ലേ. ആ ജാതികളും ചെയ്യുന്നില്ലേ? നമ്മളെക്കാൾ നന്നായിട്ട് ആ ഭാഗമൊക്കെ ചെയ്യുന്നില്ലേ? സ്തോത്രം അല്ല. അത് മനുഷ്യരൊക്കെ ചെയ്യും. അത് മനുഷ്യന്റെ സ്വാർത്ഥതയിലും മനുഷ്യന്റെ ലോകത്തിലെ എക്സിസ്റ്റൻസ് അല്ലെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ലോർഡ്. അതൊന്നും അതിനൊക്കെ പ്രതിഫലമുണ്ടോ? അതിന് ഒരു പോയിന്റ് കിട്ടുമ്പോ എവിടെയെങ്കിലും ബൈബിൾ എഴുതിയിട്ടുണ്ട്? ദൈവത്തിന്റെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ ദാസൻ. പ്രൈസ് ലോർഡ് അല്ലല്ലേ. ദൈവവചനത്തിന്റെ ഗ്രഹവിചാരകൻ. ആ ഗ്രഹവിചാരകൻ വിശ്വസ്തനായി തീരണം. എന്നിട്ടാണ് നമ്മൾ വായിച്ച ആ ദൈവത്തിനു വേണ്ടി ചെയ്തോ ഇല്ലയോ എന്ന് ദൈവം നിന്റെ പ്രവൃത്തികളെ ആ നാളിൽ തീയിൽ കൂടി കടത്തിവിടും. ഇവിടെ നമ്മൾ കണ്ടു, അതനുസരിച്ചാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ അതനുസരിച്ചുള്ള പ്രതിഫലമാണ് അന്ന് കർത്താവ് നമുക്ക് തരുന്നത്. വളരെ വ്യക്തമായിട്ട് വായിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഒട്ടും കുറഞ്ഞു പോകേണ്ട ദൈവമക്കളെ കാര്യം 2 കാര്യങ്ങളാ നമ്മൾ പ്രധാനമായിട്ട് ഈ ഉപമകളിലൊക്കെ കർത്താവ് സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ഉപമകളൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്നു, ആ ഒരു വിവാഹ വസ്ത്രമില്ലാതെ അവിടെ വരികയും സ്തോത്രം ഹല്ലേലൂയ, അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരാരും വരാതിരുന്നപ്പോൾ കർത്താവ് പ്രൈസ് ഹോട്ടലുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവരെയൊക്കെ കർത്താവ് ക്ഷണിച്ച യഹൂദന്മാരെ തള്ളിക്കളഞ്ഞിട്ട് ജാതികളായ നമ്മളെ ക്ഷണിച്ച ആ ഉപമ നമുക്കറിയാവില്ല. അപ്പൊ അവിടെ നമ്മൾ കണ്ടു, വിവാഹ വസ്ത്രം ധരിക്കാത്ത വ്യക്തിയെ കർത്താവ് എന്ത് ചെയ്തു? പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, അവിടെ നിന്ന് പുറത്തു മാറ്റി. കാര്യം അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, ആ ഒരുക്കം പ്രാപിക്കാത്ത വ്യക്തി. അപ്പൊ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഒരു കാര്യം അത്യാവശ്യം, ഒരുക്കം പ്രാപിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും, ഞാൻ ഒരുങ്ങിയാ മതി, വേറെ ആരുടെയും കാര്യമൊന്നും വേണ്ട, ഞാനും എന്റെ കുടുംബവും, അല്ലെങ്കിൽ ഞാനങ്ങ് ഒരുങ്ങും പോരാ. അടുത്ത ഉപമ എന്തുവാ പറയുന്നത്?
യജമാനൻ ഓരോ ദാസന്മാരെ എന്ത് ഏൽപ്പിച്ചു? താലന്ത് ഏൽപ്പിച്ചു, ആ ശുശ്രൂഷകളെ ഏൽപ്പിച്ചു. അത് യജമാനന് വേണ്ടി വ്യാപാരം ചെയ്ത് ഇരട്ടിപ്പിച്ചില്ലെങ്കിൽ, ഇരട്ടിപ്പിക്കാൻ ഒന്നും ആ ശുശ്രൂഷകളൊന്നും ചെയ്യാനേ ആ ദാസൻ എന്തുവാ പറഞ്ഞ? ദുഷ്ടനും മടിയനുമായ ദാസനെ അവനെ പല്ലുകടിയും അന്ധകാരവും നിലവിളി കരച്ചിലും ഉള്ള നരകത്തിൽ അവനെ ഇടുവാണ്. അപ്പൊ നമ്മൾ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ, ദൈവം തന്ന താലന്തുകൾ അനുസരിച്ച് ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ എന്തുവാ പിന്നെ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നരകമാ വെച്ചിരിക്കുന്നത്? അത് ഒരു മാറ്റവും ഇല്ല. യേശു പറഞ്ഞിരിക്കുന്ന ഉപമ ഇനി ആരെങ്കിലും അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനൊന്നും പറയാനില്ല. കാര്യം വചനത്തിൽ വളരെ ക്ലിയറാണ്. കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാക്കാനാണ് കർത്താവ് കഥ രൂപേണെ ഉപമയായിട്ട് കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്രം. അപ്പം ഈ രണ്ട് ഉപമകളും എന്തുവാ പറയുന്നത്? നമ്മൾ ഒഴുക്കം പ്രാപിച്ചാലേ മറ്റു ഉപമയും പറയുന്ന പോലെ തന്നെ അതനുസരിച്ച് നമ്മൾ ഗ്രഹവിചാരകനായിട്ട് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലേ പറ്റൂ? ശുശ്രൂഷ ചെയ്തേ പറ്റൂ. സ്വതന്ത്രം. ഈ ഒരു ലേഖനത്തിന്റെ അവസാനം, 1 കൊരിന്ത്യരുടെ അവസാനത്തെ അധ്യായത്തിൽ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം വായിച്ചു. 15-ാം അധ്യായം 58-ാമത്തെ വാക്യം. പിന്നെ വിശ്വാസികളോടാ പറഞ്ഞ ആകയാൽ പ്രിയ പാസ്റ്റർമാരെ നല്ലല്ലോ എഴുതിയിരിക്കുന്നത്. ആകയാൽ കൊരിന്ത്യൻ സഭയിലെ പ്രിയ സഹോദരങ്ങളെ, ബിലവഡ് ബ്രദർ, അങ്ങനെയാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാ രീതിയിലും ക്ഷീണിപ്പിക്കും. ഓരോ ദിവസം രാവിലെ തൊട്ട് നിങ്ങളെ ക്ഷീണിപ്പിക്കാൻ സാത്താൻ നോക്കും. അതുകൊണ്ട് എന്ത് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ അങ്ങനെ സാത്താന്റെ കളിയിലൊന്നും വീണ് പോകാതെ നിങ്ങൾ ആ വചനത്തിലും ദൈവിക പദ്ധതിയിലും, ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അത് വൃഥാവല്ല, ഒരു പാഴായിട്ടല്ല, ഒരു പാഴായ അവയവമായിട്ടല്ല ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഞാൻ ആയിരിക്കുന്നത്. അപ്പം അതിലെ ക്ഷീണിപ്പിക്കുന്ന സാത്താനെ നിങ്ങൾ അങ്ങോട്ട് ലജ്ജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണം. ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായി, ആടുന്ന വേലിയും ചായന്റെ മധുര പോലൊന്നും കുലുങ്ങാത്തവരുമായി വീട് പോകും. കുലുങ്ങാത്തവരുമായി അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വിശ്വാസികളോട് പറയുക, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല. Are you stewards of Christ? നിങ്ങൾക്ക് കർത്താവിന്റെ വചനത്തിന്റെ മർമ്മങ്ങള് ഗ്രഹവിചാരകരാണോ? ദൈവം നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടോ? അല്ലല്ല, ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അവയവമാണോ? ആണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൊരിന്ത്യ സഭയിലെ എല്ലാ വിശ്വാസികളോടും സഹോദരങ്ങളോടും പറയാം, ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വേലയിൽ abound in the work of God. Hallelujah. വർദ്ധിച്ചു വരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വർഷം വർദ്ധിച്ചു വരണം. കർത്താവിന്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. എന്നിട്ട് കാരണവും എഴുതിയിട്ടുണ്ട്, ഈ കർത്താവിന് വേണ്ടി ചെയ്യുന്ന അനുഭവിക്കുന്ന കഷ്ടതകൾ, ദൈവം നിങ്ങൾ ആ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്ന വേലകൾ അത് ഒന്നുപോലും വൃഥാവായി പോകത്തില്ല. അതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യണം. ഇതിനെല്ലാം പോയിന്റ് ഉണ്ട് ദൈവമക്കളെ, ഇതിനെല്ലാം കമ്മീഷൻ ഉണ്ട്, ഇതിനെല്ലാം സ്വർഗത്തിൽ വലിയ സ്വർഗീയ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതൊന്നും പാടല്ല, ഇതൊന്നും വൃഥാവല്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി അനുഭവിക്കുന്ന, വില കൊടുക്കുന്ന, സാധാരണമായിട്ട് പോരിടുന്ന ഇതിനെല്ലാം പ്രതിഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവ വേലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഓ ദൈവത്തിന്റെ ദാസന്മാരായി, വിശ്വസ്തരായി, ഗ്രഹവിചാരകരായ തീർന്നു എന്തോ വിളമ്പുവാണ്. എന്തുവാ ഈ ഗ്രഹവിചാരങ്ങൾ ചെയ്യേണ്ടത്? ദൈവത്തിൽ നിന്ന് വചനത്തിന്റെ മർമ്മങ്ങൾ പ്രാപിച്ചു. കേട്ടോ ദൈവമക്കളെ? അല്ലേ, ഇത് നമുക്ക് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? അതിനുവേണ്ടി, ഇതിനു വേണ്ടി, ബാറ്റിന് വേണ്ടി, ബോളിന് വേണ്ടി പിള്ളേർ പ്രാർത്ഥിക്കുന്ന പോലെ സ്തോത്രം. അല്ലെ, ലോകത്തിലെ ഓരോ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന നിർത്തിയിട്ട് ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ അല്ലെ പ്രാപിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ അതിനൊക്കെ പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി വിശ്വാസികളോട് പറയും, എല്ലാം പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവം നിങ്ങൾ ചിന്തിക്കുന്നതല്ല ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പേര്. അതുകൊണ്ട് മനസ്സിലാക്കും. പലരും പറയും അല്ലല്ലോ ചിന്തിക്കും, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതായിരിക്കും വേണ്ട. അല്ല, നിങ്ങൾ ചിന്തിക്കുന്നതല്ല, നിങ്ങളുടെ വിളി അനുസരിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്നത്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യുന്നതല്ല ദൈവമല്ല. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യുന്നത്. അതാരാണ് വ്യക്തമാക്കേണ്ടത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി. ഈ ദിവസം ഉപവാസം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ 2020 വലിയ ഭൗമിക അനുഗ്രഹത്തിന്റെ വർഷമാണെന്നൊക്കെ പല മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന പ്രാസംഗികനൊക്കെ വിളിച്ചു കൂടിയെന്നൊക്കെ എന്റെ വീഡിയോ ഒക്കെ കിടന്ന് റൗണ്ട്സ് അടിക്കുന്നുണ്ട്.
സ്തോത്രം. എന്നിട്ട് മനുഷ്യന് കിട്ടിയ ഭൗമികം എന്തുവാ? ഉള്ളത് ഉടുപ്പില്ലാതായി പോയി. അല്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് പ്രാപിക്കാത്തത് വിളിച്ചു പറയുന്നവരെ, അങ്ങനത്തെ സ്റ്റുവേർഡ്സിനെ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പ്രാപിച്ച സഭയുടെ ശുദ്ധീകരണത്തിനും വിശുദ്ധിക്കും വേർപാടിനും ഓരോ വ്യക്തിയും സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കുവാനുള്ള വചന വെളിപ്പാടുകൾ പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് കൊടുക്കുവാൻ, കൂട്ടു സഹോദരങ്ങൾ കൊടുക്കുവാൻ, സഭയിൽ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾക്ക് എഴുന്നേറ്റ് ദൈവസഭയിൽ പറയുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. നിങ്ങൾ വിചാരിക്കും ഹല്ലേലൂയ ഈ ഒരു വർഷം 2020 ഇത്രയും പകുതിയായിട്ടും പകുതി ഡിസംബർ വരെ ആകും ഈ അസുഖങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ ഈ ഒരു വർഷം മുഴുവനും സാമ്പത്തിക വിഷയങ്ങളിലും ബിസിനസ് വിഷയങ്ങളിലും ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല രാജ്യം മുഴുവനും പോയി കിടക്കും. ഹല്ലേലൂയ ഇത്രയും വലിയ സൂപ്പർ പവേഴ്സ് ആയ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ജപ്പാനും ചൈനയും എല്ലാ രാജ്യങ്ങളും പോയി കിടക്കും. തകർന്നു കിടക്കുക സാമ്പത്തികമായി. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ മൈനസ് ആണ് ഇന്നത്തെ പേപ്പറിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചു കാണുക. അത് എത്ര പെർസെന്റേജ് ആയിരുന്നത് ഇപ്പം 0യും കഴിഞ്ഞ് പിന്നെ എന്തിലോട്ട് പോവാണ്? മൈനസിലേക്ക് പോകുക എന്ന് വെച്ചാൽ വലിയ കടഭാരത്തിലേക്ക് എല്ലാ രാജ്യവും അല്ലെങ്കിൽ കണക്കിൽ തന്നെ പോകുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വർഷം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ശുശ്രൂഷിച്ചതിനേക്കാൾ കർത്താവേ ഹല്ലേലൂയ എലീശ ചോദിച്ച പോലും ഒരു ഇരട്ടി പങ്ക് അഭിഷേകം എന്റെ മേൽ പകരണമേ, വചന വെളിപ്പാട് ഒരു ഇരട്ടി പങ്ക് എനിക്ക് തരണമേ, ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളും ഇരട്ടി പങ്ക് എനിക്ക് തരണമേ. അതിനുവേണ്ടി വില കൊടുക്കുവാനും അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാനും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സ്തോത്രം. ഹല്ലേലൂയ, ഇതുവരെ നിങ്ങൾ ചെയ്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ഈ വർഷം ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവം വിശ്വസ്തൻ. അതിനു വേണ്ടിയാണ് ദൈവം ഈ ദിവസങ്ങൾ നമ്മളെ ഒരുക്കുന്നത്. നമ്മളെ മാത്രമല്ല, കേരളത്തിനെ മാത്രമല്ല, ഭാരതത്തെ മാത്രമല്ല, ലോകത്തെ മുഴുവനും ദൈവം അതിനാണ് ഒരുക്കുന്നത്. ഹല്ലേലൂയ, ഈ കതിരും പതിരും അല്ലെങ്കിൽ സ്തോത്രം ഈ നെൽമണിയും ഹല്ലേലൂയ ഈ കതിരും ഒന്ന് വേർതിരിക്കുക കർത്താവ് ഈ ദിവസങ്ങൾ സ്തോത്രം. ഹല്ലേലൂയ, ശരിക്കും ദൈവത്തിന് വേണ്ടിയുള്ള ശേഷിപ്പിനെ വിശ്വസ്തരെ ഇവിടെ എല്ലാം നമ്മളെ കണ്ടത്. വേറെ ഒരു ക്വാളിഫിക്കേഷനും അല്ല കർത്താവ് ചോദിക്കുന്നത്. ഗ്രഹവിചാരകൻ ആരായി തീരണം? വിശ്വസ്തനായി തീരണം. ഒരു വിശ്വസ്തനായിട്ട് വിശ്വസ്തയായിട്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലുള്ള അവിശ്വസ്തത എല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, പരാജയങ്ങളും ബലഹീനതകളും എല്ലാം അതിനെ ജയിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ആ ഒരു സ്വർഗീയ ബലത്തിനായിട്ട് പ്രാർത്ഥിക്കും. വചനത്താൽ ദൈവം